സിനിമ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ ശിഷ്യരായ വിവേകാനന്ദനടക്കമുള്ളവരെ പരീക്ഷിച്ച ഒരു കഥ, നമ്മുടെ ചരിത്രത്തിലുള്ള ഈ കഥയാണ് ആദ്യം നമുക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. അതായത്, ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങളേവരും 25 പൈസ നിങ്ങൾക്ക് തരും. ഈ 25 പൈസ ഉപയോഗിച്ച് നിങ്ങളുടെ മുറികൾ നിറയ്ക്കണമെന്ന്. വിവേകാനന്ദ സുഹൃത്തുക്കളായ മറ്റു പലരും ചണ്ടി ചപ്പു ചവറുകൾ കൊണ്ടുപോകുന്നവരെ വിളിച്ച് 25 പൈസ കൊടുത്തു, ഈ ചണ്ടി ചപ്പു ചവറുകൾ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവന്ന് നിറയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റൂം നിറഞ്ഞു. പക്ഷേ സ്വാമി വിവേകാനന്ദൻ ചെയ്തത്, ഈ 25 പൈസയിൽ 5 പൈസ ഉപയോഗിച്ച് ഒരു ചന്ദനത്തിരി വാങ്ങി, ബാക്കി പൈസക്ക് ഒരു തിരിയും തീപ്പെട്ടിയും വാങ്ങി, പിന്നെ ഒരു നിലവിളക്ക് സംഘടിപ്പിച്ചു. ചന്ദനത്തിരി ആ മുറിയിൽ കത്തിച്ചു വെക്കുകയും അതിനുശേഷം നിലവിളക്ക് കൊളുത്തുകയും ചെയ്തു. എന്നിട്ട്, ഗുരുവോ, ഞാനിതാ എൻ്റെ ഇത് കഴിഞ്ഞിരിക്കുന്നു, വന്ന് നോക്കിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ കഥയുടെ അവസാനം നമുക്കറിയാം, ഈ പരമഹംസർ തൻ്റെ ശിഷ്യനെ ആശ്ലേഷിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഥ ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുവാൻ കാരണം, അതായത് നമ്മുടെ വർത്തമാനകാല മലയാള സിനിമയുടെ വലിയൊരു ദുരന്തമാണ് 2-2.5 മണിക്കൂറിലേക്ക് ഒതുങ്ങുന്ന ഒരു വിഷയമാണ് സിനിമ. അതിനപ്പുറത്തേക്ക് ആ സിനിമ സഞ്ചരിക്കരുതുമെന്ന് പല സിനിമാ പ്രവർത്തകർക്കും ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ തോന്നുന്നു. അതിനൊരു ഉദാഹരണമാണ് ഈ അടുത്ത് വന്ന് ഏറെ അഭിപ്രായം ഉണ്ടാക്കിയ എക്കോ എന്ന സിനിമ. സ്വന്തം ശബ്ദത്തെക്കുറിച്ച് തീരെ മതിപ്പില്ലാത്തവർ പോലും ഊട്ടിയിലോ കൊടൈക്കനാലിലോ, എന്തിനധികം വയനാട്ടിലെ ഏതെങ്കിലും മലമുകളിൽ പോയാൽ പോലും ആർക്കും എന്താ വെച്ചാൽ തൻ്റെ ശബ്ദത്തിൻ്റെ എക്കോ അവിടെ കേൾക്കുമ്പോൾ വേറൊരു അനിർവചനീയമായ അനുഭൂതിയാണ് നമുക്കെല്ലാവർക്കും തോന്നുക. ഇതേപോലെയാണ് സിനിമ ഉണ്ടാക്കുന്ന അനുഭൂതിയെക്കുറിച്ച് നമുക്ക് പലപ്പോഴും നമ്മുടെ സിനിമാ പ്രവർത്തകർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സിനിമ പലപ്പോഴും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ 2 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറിലോ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകനെ സംഭ്രമിപ്പിക്കേണ്ട ഒരു കാര്യം മാത്രമായി ഒതുങ്ങുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ എക്കോ സിനിമയുടെ സാമൂഹ്യ പ്രസക്തമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എക്കോ പേര് കേൾക്കുമ്പോൾ തന്നെ പുതുമ. ആ പുതുമ സിനിമയുടെ പ്രമേയത്തിലും ആദ്യം മുതൽ അവസാനം വരെയുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും പൂർണ്ണമായി നിലനിർത്താൻ സാധിച്ച ഒരു ചലച്ചിത്രമാണ് എന്നതിൽ യാതൊരു അഭിപ്രായക്കേടുമില്ല. പക്ഷേ ഈ സിനിമ ഈ 2 മണിക്കൂർ 5 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രേക്ഷകൻ്റെ കൂടെ എന്ത് നൽകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നത്. 1000 മുതൽ 1500 കോടി രൂപ വരെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ കൂടിയും സിനിമ എന്നത് അടിസ്ഥാനപരമായി ഒരു കലാമാധ്യമമാണ്. ആ ഒരു കലാമാധ്യമം എന്നുള്ള നിലക്ക് ഏതെങ്കിലും നിലക്ക് ഇതിനോട് നീതി പുലർത്തുവാൻ എന്നുള്ളത് സിനിമാ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്. 2 മണിക്കൂർ 5 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രേക്ഷകൻ്റെ എക്കോ എന്ന സിനിമ എന്ത് സംവദിക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ സിനിമാ പ്രവർത്തകരോട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നത്. തിയേറ്ററിൽ ഏറെ സംഭ്രമിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും നമ്മുടെ കാഴ്ചയെ ഇതിനു മുൻപ് അനുഭവിച്ചില്ലാത്ത തരത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പ്രേക്ഷകനോട് എക്കോ എന്താണ് സംവദിക്കുന്നത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ അവിടെ വട്ടപൂജ്യമാണ്. മറിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി ഈ സിനിമ ആകാശത്തേക്ക് പറക്കുകയാണ്, പ്രേക്ഷകൻ ശൂന്യനായി മടങ്ങുകയും ചെയ്യുകയാണ്. മറിച്ച് ഒരു നല്ല കലാസൃഷ്ടി എന്നുള്ള നിലക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടി ആ സിനിമയുടെ സന്ദേശവും ആ സിനിമയുടെ പ്രമേയവും പ്രേക്ഷകനെ ഹോണ്ട് ചെയ്യുക, അതായത് എക്കോ അലയടിക്കുക, പ്രേക്ഷകൻ്റെ മനസ്സിൽ അലയടിക്കുകയായിരുന്നെങ്കിൽ ഏറ്റവും മികച്ച ഒരു മുഖ്യധാരയിലും അതുപോലെ തന്നെ കലാസൃഷ്ടി എന്നുള്ള നിലക്കും എക്കോയെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് ഖേദകരം. അതിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്തെന്ന് വെച്ചാൽ, സിനിമ മെയിൻ സ്ട്രീമിൽ തിയേറ്ററിൽ പണം പാറേണ്ട ഒരു കാര്യം മാത്രമായി കാണുമ്പോഴാണ് ഈ തരത്തിൽ സിനിമയുടെ ലക്ഷ്യം ചെറുതായി വരുന്നത്. തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങുന്ന പ്രേക്ഷകനോട് എക്കോ എന്ത് സംവദിക്കുന്നു എന്നുള്ളത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും എത്ര അവലോകനം നടത്തിയിട്ടും കണ്ടെത്തുവാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് എക്കോയോടുള്ള ഏറ്റവും വലിയ വിയോജിപ്പ്. കുര്യച്ചൻ എന്ന നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിലൊന്നാകെ
വിറപ്പിച്ച ഒരു ഗുണ്ടയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഈ സിനിമ ഇദ്ദേഹത്തെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ തലങ്ങളിലായി പലരും എത്തുകയും അവരെല്ലാം എവിടെ കുര്യച്ചൻ എന്നതിലേക്ക് ഒത്തുചേരുകയും അവസാനം നായക കഥാപാത്രങ്ങളായി നാം കാണുന്നവർ പോലും വില്ലരായി മാറുന്ന ഒരു പരിണാമത്തിലാണ് സിനിമയുടെ കഥ അവസാനിക്കുന്നത്. വിനീത്, അശോകൻ, നരൻ അതുപോലെ പരിചിതരായ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ അപരിചിതരായ കഥാപാത്രങ്ങളും ഏറെ വ്യത്യസ്തമായ കാഴ്ച അനുഭവമാണ് പ്രേക്ഷകന് ഈ സിനിമയിലൂടെ നൽകുന്നത്. അതുപോലെ ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ സിനിമയെ നമ്മൾ ഏറെ കൈയടിച്ചേ തീരും. മലേഷ്യൻ ബ്രീഡറിലുള്ള ഒരു നായയെ തേടി മലേഷ്യയിലെത്തുന്ന കുര്യച്ചൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടിയെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നിടത്താണ് കഥയുടെ തുടക്കം വരുന്നത്. പിന്നീട് ഈ കഥാതന്തുവുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ് സിനിമയിൽ പതിയെ പതിയെ കടന്നു വരുന്നത് വിവിധ കഥാപാത്രങ്ങളിലൂടെ. പ്രമേയപരമായി ഏറെ പുതുമ നിലനിർത്തുന്നുണ്ടെങ്കിലും പ്രമേയത്തിനിലൂടെ ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിലേക്കും മറ്റും സിനിമ എത്തുന്നു എന്നുള്ളത് കൂടി ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് കുടിച്ചിപ്പട്ടികയും സ്ത്രീയെയും വീട്ടിനുള്ളിൽ തളച്ചിടണം എന്ന നിലക്കുള്ള ചില പരാമർശങ്ങൾ നിലവിലുള്ള പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ മുഖ്യധാരാ സിനിമയിലുള്ള ഒരു സ്ഥിരം പ്രയോഗത്തെയാണ് കാഴ്ചയിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾ ഓഫ് കുര്യച്ചൻ എന്ന ടാഗ് ലൈനോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന സിനിമ ഒരു പരിധി കഴിയുമ്പോൾ കുര്യച്ചനപ്പുറം വിവിധ കഥാപാത്രങ്ങളുടെ ചെയ്തികളിലേക്ക് മടങ്ങുന്നുവെങ്കിലും അവസാനം ചെന്നെത്തുന്നത് കുര്യച്ചനപ്പുറം കുര്യച്ചൻ്റെ ഭാര്യയായുള്ള മ്ലാവാത്തിയിലേക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ അന്ത്യത്തിൽ അവരെ മഹത്വവൽക്കരിക്കുന്നതായി തോന്നുമെങ്കിലും അതിലപ്പുറം ആ സ്ത്രീ കഥാപാത്രത്തെ വേറൊരു തലത്തിലേക്കാണ് സിനിമ എത്തിക്കുന്നത് എന്നുള്ളതും ഈ കാഴ്ചപ്പാടിൻ്റെ ഒരു അനുകൂല ഘടകമായി കാണാവുന്നതാണ്. നല്ലൊരു പ്രമേയം ഏറെ പുതുമയോടുകൂടി കാഴ്ചക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നിലക്ക്, പ്രത്യേകിച്ച് തിയേറ്ററിനുള്ളിൽ 2-2.5 മണിക്കൂർ ആളുകളെ പിടിച്ചിരുത്തുന്ന നിലക്ക് അവതരിപ്പിക്കാൻ സാധിച്ചുവെന്ന് സിനിമാ പ്രവർത്തകർക്ക് ആശ്വസിക്കാമെങ്കിലും അതിനപ്പുറം ഈ സിനിമ സാമൂഹ്യപരമായി നൽകുന്നു എന്നുള്ളത് വെറും ശൂന്യതയാണ് എന്ന കാഴ്ചപ്പാടിലാണ് ഈ സിനിമയെ വിമർശിക്കേണ്ടി വരുന്നത്.